ഞാനിതാ ഇപ്പോൾ കാനൻ ഫയർ കാണാൻ വേണ്ടി വന്നതാണ്. പരിപാടിക്ക് വന്ന ആളുകളുടെ തിരക്കാണ് ഇത് കാണുന്നത്. ഇവിടെയൊക്കെ വണ്ടി ഫുള്ളായിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഫുൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇവിടെയൊക്കെ ശരിക്കും ഒരു ട്രാഫിക് ബ്ലോക്കാണ് ഈ ഒരു സമയത്ത്. ഒരുപാട് ആൾക്കാർ ഈ പീരങ്കി പൊട്ടിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇത് നമ്മുടെ മോഡാമാളിൻ്റെ അല്ലെങ്കിൽ ബഹ്റൈൻ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ തൊട്ട് ബാക്കിലാണ് ഇതുള്ളത്, കണ്ടില്ലേ? എൻ്റെ തൊട്ട് ബാക്കിൽ ബഹ്റൈൻ വേൾഡ് ട്രേഡ് സെൻറ്ററാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ വെച്ചിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. പക്ഷേ സമയം എന്താ, ഒരു 4 മിനിറ്റ് കൂടി ഉണ്ടല്ലേ പൊട്ടാൻ. വെള്ളവും കാരക്കൊക്കെ കയ്യിൽ പിടിച്ച് നിൽക്കുകയാണ്. കാരണം ബാങ്ക് ഇപ്പോൾ തുറക്കുന്ന സമയത്ത്, ബാങ്ക് വിളിക്കുന്ന സമയത്താണ് ഇത് പൊട്ടിക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് കാനൻ, അതല്ലെങ്കിൽ പീരങ്കി. ഇന്നത്തെ കാലത്തുള്ള പോലെ ഉച്ചഭാഷണികളോ അതല്ലെങ്കിൽ ലൗഡ് സ്പീക്കറോ ഒന്നും ഇല്ലാതിരുന്നൊരു കാലത്ത് നോമ്പുതുറയെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ ജനങ്ങൾ ഫോളോ ചെയ്ത് വന്നിരുന്ന ഒരു രീതിയാണ് പീരങ്കി പൊട്ടിക്കുക എന്നത്. റമദാൻ മാസങ്ങളിൽ മറ്റു രാജ്യങ്ങളെപ്പോലെ തന്നെ ബഹ്റൈനിലും ഇത് അതേപോലെ ഫോളോ ചെയ്തു വരുന്നു. റമദാൻ മാസങ്ങളിൽ പ്രധാന കാഴ്ച കൂടിയാണ് ഈ പീരങ്കി കൊണ്ടുള്ള വെടിവെപ്പ്. അവന്യൂസ് മാളിൻ്റെ പിറകുവശത്തായി നടത്തുന്ന പ്രോഗ്രാമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അറാദ് ഫോർട്ടിലും റിഫ ഫോർട്ടിലും കാലങ്ങളായി ഈ ട്രഡീഷണൽ ചടങ്ങ് നടത്തി വരാറുണ്ട്. വളരെ സേഫ്റ്റി പ്രിക്കോഷൻസോടു കൂടിയും അതുപോലെ തന്നെ സുരക്ഷാ ഭടന്മാരുടെ അകമ്പടിയോടുകൂടിയാണ് ഈ ഒരു പ്രോഗ്രാം നടത്തി വരുന്നത്. ഇതിൻ്റെ ഒരു ഫയർ ഷോട്ടിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 170 ഡെസിബൽസ് ആണ്. ആയതുകൊണ്ട് തന്നെ 12 കിലോമീറ്ററിലപ്പുറം പോലും ഈ സൗണ്ട് ജനങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഈ പീരങ്കിയുടെ ഓരോ ഫയർ ഷോട്ടിനും ഒരു പ്രത്യേക കൗണ്ട്സ് തന്നെ ഉണ്ട് എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. റമദാൻ അറിയിച്ചുകൊണ്ടുള്ള 2 ഫയർ ഷോട്ടും അതുപോലെ റമദാനിൻ്റെ സാധാരണ ദിവസങ്ങളിൽ ഓരോ ഫയർ ഷോട്ട് വീതവും, ഇനി അവസാനമായി ഈദ് അറിയിച്ചുകൊണ്ടുള്ള 2 ഫയർ ഷോട്ടും കൂടി പൊട്ടിച്ചാണ് ഇവർ ഈ ചടങ്ങ് അവസാനിപ്പിക്കുന്നത്. ഇപ്പം ഏകദേശം ബാങ്ക് വിളിക്കാനായി. ആയതുകൊണ്ട് തന്നെ നമുക്കിനി ഈ പീരങ്കി പൊട്ടിക്കുന്ന കാഴ്ചകൾ കാണാം. കാനൻ ഫയർ കഴിഞ്ഞു, അടിപൊളി പരിപാടിയായിരുന്നു. ഒരുപാട് ആൾക്കാർ ഇത് ഈ പരിപാടി കാണാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ തിരിച്ചു പോവാണ്. പെട്ടെന്ന് തന്നെ നോമ്പ് തുറക്കണത് വെള്ളം ഇതൊക്കെ കയ്യിലുണ്ട്. ഇത് നോമ്പ് തുറക്കാൻ പോവാണ്. വണ്ടിയിലിരുന്ന് നോമ്പ് തുറക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ, വണ്ടിയിൽ വെച്ച് ലൈവ് കട്ടിങ്ങാണ് നടക്കുന്നത്. ആ കത്തി ഒന്നുകൂടി പിടിച്ചാൽ നോക്കട്ടെ. അയ്യോ, സമാധാനം വണ്ടി പാർക്ക് ചെയ്യണം. അപ്പൊ എനിക്ക് വിശപ്പിൻ്റെതുണ്ട്, ഒരു വിശപ്പ് അറിയാനല്ലേ നോമ്പ് എടുക്കണേ. താങ്ക് യു.